ആശാനെ, അയ്യപ്പനാശാനെ, ആശാനെ, അവര് നമ്മളെ ചതിച്ചു. നമ്മൾ കൊടുത്ത കൈക്കൂലിയൊന്നും ആ തള്ളപ്പിശാചി തഹസീൽദാർക്ക് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ആനയെ ജപ്തി ചെയ്യാനായിട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എന്റെ ഈശ്വര, നിങ്ങളാണോ നിരവത്ത് കേളു നായർ അയ്യപ്പൻ നായർ? അതെ. IRDP ലോൺ എടുത്ത് വാങ്ങിയ ആനതല്ലേ? അതെ. IRDP പദ്ധതി പ്രകാരം ബ്ലോക്ക് ഓഫീസിൽ D1/346 ഡേറ്റഡ് 4/7/89 40,000 രൂപ വായ്പ എടുത്തിരുന്നോ? വായ്പാ നിബന്ധനകളെല്ലാം അന്ന് കേട്ടിരുന്നല്ലേ? അന്ന് 15 രൂപ മുദ്രപത്രത്തിൽ വായ്പയും പലിശയും 40 തുല്യ ഗഡുക്കളായി തിരിച്ചടച്ചു കൊള്ളാമെന്ന് ഒരു കരാർ പത്രം എഴുതി ഒപ്പിട്ട് കൊടുത്തിരുന്നു. അണ്ടർസ്റ്റാൻഡ്? എത്ര തവണ അടച്ചു? ഒന്നും അടയ്ക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് അടച്ചില്ല? മനഃപൂർവ്വമല്ല, നിവൃത്തിയേലുകൊണ്ടാ. നിവൃത്തിയില്ലെങ്കിൽ വായ്പ തിരിച്ചടക്കേണ്ടെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ടോ? ഇതിനെന്തെങ്കിലും സമാധാനം ബോധിപ്പിക്കാണ്ടോ? ഒരവധി കൂടി എനിക്ക് തരണം. അവധികൾ പലത് കഴിഞ്ഞു. അണ്ടർസ്റ്റാൻഡ്? ഇതേ ഒരാഴ്ച നോട്ടീസുകൾക്കൊന്നും നിങ്ങൾ മറുപടി തന്നിട്ടില്ല. ഈ കഴിഞ്ഞ 10 മാസമായി നിങ്ങൾ തവണകൾ മുഴുവൻ മുടക്കിയിരിക്കുകയാണ്. എന്താ ശരിയല്ലേ? ശരിയാണ്. എന്നാൽ നിങ്ങൾ വാങ്ങിയ ശ്രീവിദ്യ എന്ന ഈ ജംഗമ വസ്തുവിനെ ഒന്നായി ജപ്തി ചെയ്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടാൻ ഇതിനാൽ ഉത്തരവാകുന്നു. ജപ്തി നടക്കട്ടെ. जाओ बेटी, जाओ जाओ बेटी. പോയിക്കോ മോളെ. അയ്യോ, എന്റെ ആന മാതാവേ! അയ്യോ, എടാ തമ്പി, ഓടിവാടാ! അയ്യോ ആന! അയ്യോ എന്റെ മോനെ! അയ്യോ, എവിടുന്നാ ഇത്? തഹസിൽദാർ അദ്ദേഹം പറഞ്ഞു ആന എവിടെ കൊണ്ട് തളക്കാൻ. നമ്മുടെ അയ്യപ്പനാട് ആനയാ. അയ്യോ, ഇതിനെവിടെ കിട്ടണ്ട, കൊണ്ടുപോയിക്കോ. സാറ് പറയുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഏത് സാറ്? എവിടത്തെ സാറ്? സാറൊക്കെ അവന്റെ ഓഫീസിലാ. ഇവിടുത്തെ സാറ് ഞാനാ. കൊണ്ടുപോയിക്കോ അവിടുന്ന്. എന്റെ അമ്മച്ചി ഒന്നും മിണ്ടാതിരി, ചേട്ടനൊന്ന് വന്നോട്ടെ. വേണ്ട വേണ്ട, വേഗം കൊണ്ടുപോയിക്കോ. ഇല്ലേ രണ്ടിടത്തിൽ ചൂലെടുത്ത് അടിച്ചാൽ വെളിയിലാക്കും. അയ്യോ, ഏതായാലും ഓഫീസ് വളപ്പിൽ ആനയെ കെട്ടാൻ സ്ഥലമില്ലാതിരുന്നത് ഭാഗ്യമായി പോയി. ഇതിപ്പോ തൽക്കാലത്തേക്കാണെങ്കിലും സർക്കാർ ചെലവിൽ ഒരു ആന വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു അന്തസ്സാണ്. അണ്ടർസ്റ്റാൻഡ്? ആനയെ അപ്പുറത്തും കൂടെ തളച്ചോളൂ. അമ്മച്ചി, ആനയ്ക്ക് 3 നേരം ആഹാരം കൊടുക്കണം. എന്തെടുത്ത് വെച്ച് കൊടുക്കാനാ? ഇവിടെ ഉണ്ടാക്കുന്ന എന്താ വെച്ചാ കൊടുത്താ മതി. രണ്ടെണ്ണത്തിന് വെച്ച് വളമണം. ഇനി ആനയ്ക്ക് കൂടെ അരി വയ്ക്കുന്നതിന്റെ പെണ്ണുപിള്ളി ഉണ്ട് അവിടെ. എത്ര നാള് കെട്ടാണ് നിന്റെ ഉദ്ദേശം? ഇനി ഒരു ഉത്തരവ് ഉണ്ടാവുന്നത് വരെ. ഏത് ഉത്തരവ് ഉണ്ടാവണ വരെ? അമ്മച്ചി, ചേട്ടനോട് അധികം ചൂടാവണ്ട. അയ്യപ്പനാരെയും സംതിങ് വാങ്ങിച്ച കാര്യേ ചേട്ടൻ അറിഞ്ഞ ആകെ കുഴപ്പമാവും. അറിഞ്ഞാലെന്താ? ഇവൻ എന്റെ തലയെടുക്കോ? പൂവാൻ പറയടാ. വേണ്ടി വന്നാ ഇനി ഞാൻ മേടിക്കും. ഓ, ആന
കിടന്ന് തൊള്ള തുറക്കണം. ശോ, ഇങ്ങനൊരു ആക്രാന്തി ഉള്ള ഒരു ആനയും ഞാൻ കണ്ടിട്ടേ ഇല്ല. എടാ തമ്പി, നിനക്ക് ആരെങ്കിലും വിളിച്ചാൽ അതിന് കുറച്ച് പട്ട വെട്ടിച്ചു കൊടുത്തുകൂടായിരുന്നു? ഉച്ചക്ക് ഞാൻ കുറെ വെട്ടി കൊടുത്ത. ഉവ്വ. ഇവിടെ വെച്ച് വിളമ്പണ ചോറും കറിയും അല്ലാതെ ആനയ്ക്ക് വെച്ച് വിളമ്പ എനിക്ക് പറ്റില്ല. നീ പോയി നിന്റെ കെട്ടോളെ വിളിച്ചിട്ട് വാ, ആനയ്ക്കെങ്കിലും വെച്ച് വിളമ്പട്ടെ. എടാ, നീ ആ ചോറും കറി എടുത്തേ, ആനയ്ക്ക് കൊടുത്തിട്ട് വേറെ കാര്യമുള്ളൂ. ഇവിടത്തെ കറിയൊന്നും ആനയ്ക്ക് പിടിക്കില്ല. കേട്ടോടാ തമ്പി, ഞാൻ ഇന്ന് കുറെ ചോറും കറിയും കൂടി ആനയ്ക്ക് കൊണ്ടു കൊടുത്തു. ആന എന്ത് ചെയ്തു? ആ ചോറ് മുഴുവൻ തിന്നിട്ട് കറി വലിച്ച് എന്റെ മോത്തേക്ക് ഒറ്റയേറും. അത് സംഭവം ശരിയാ ചേട്ടാ, പക്ഷേ കറി വളിച്ചതായിരുന്നു. ഏതാന എറിഞ്ഞു. അല്ല, അത് ശരിയാ, കറി വലിച്ചതായിരുന്നു. എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? നമ്മുടെ സമയദോഷം എന്ന് കരുതിയാ മതി. അവള് പോയപ്പോഴാ എനിക്കും മനസ്സിലായത് ഞാനും അവളെ സ്നേഹിച്ചിരുന്നു. നീ വല്ലതും കഴിച്ചോ? നിങ്ങൾ രണ്ടാളും കഴിക്കാണ്ട് എങ്ങനെയാ? വരൂ വരൂന്നേ. എന്റെ മാതാവേ, അയ്യോ ഓടി വാടാ എന്റെ മോനെ തമ്പിയെ. എന്താ? എടാ, നീ കേക്കില്ലടാ ആനയുടെ ബഹളം. അതെന്നെ പിടിക്കാൻ വന്നതാ. അതെന്നെ തട്ടുന്നാ തോന്നേ. എന്റെ പൊന്നു മോനെ, നമ്മുടെ കഷ്ടകാലത്തിന് എന്നെ കൊണ്ടുവന്നു. അയ്യപ്പൻ നായർ ആനോട് പറഞ്ഞയച്ചു കാണും നമ്മൾ കാശ് മേടിച്ച് പറ്റിച്ച കാര്യേ. അല്ലെങ്കിൽ പിന്നെ എന്നെ തന്നെ എന്തിനാണ് അത് പിടിക്കാൻ വരുന്നേ? അമ്മച്ചി, എനിക്കൊരു ഐഡിയ. കട്ടോളിക്കാത്തിട്ടാ ആന ചത്തോളും. എങ്ങനെ? ആന കൊലവിളി വിളിച്ച് നിൽക്കുമ്പോൾ ആനയുടെ തുമ്പിക്കൈന്റെ ഉള്ളിൽ ഉമ്മിരി കൊണ്ടിട്ടു. എടാ വിവരം കെട്ടവനെ, അയ്യോ എന്റെ മാതാവേ, എന്റെ ഈശോയെ, എന്റെ ഈശോയെ. ആന ഇവിടെ കുട്ടിച്ചോറാക്കുന്ന തോന്നുന്നു. അമ്മച്ചി ആ പടം വരണ്ടിരിക്കാന്ന്. ആ തള്ള കുറച്ച് വരണം. സംഗതി നമ്മുടെ അമ്മച്ചിക്ക് തന്നെയാണ്. ഇത്രയും കുരിശുള്ള തള്ള ഈ ലോകത്ത് കാണില്ല. എന്താ സംഭവം അറിയാം? നിന്റെ ചേർത്തിയമ്മ, അതായത് എന്റെ ഭാര്യ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കൂടി ഇവിടെ നിർത്താൻ ആ തള്ള സമ്മതിച്ചിട്ടില്ല. അവിടെ കിടന്ന് പേടിക്കട്ടാ. വാതിലിന് വലിപ്പുണ്ടായിരുന്നെങ്കിൽ ആന ഞാൻ അകത്ത് കയറ്റേനെ. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അത് വയല് വെച്ചെന്ന് വല്ലതും വലിച്ചൊളിച്ച് നിന്നായിരിക്കും വന്നിരിക്കുന്നത്. സൈക്കിളില് മണിയെടുത്തോണ്ട് ആരോ വരുന്നടാ. അവന്റെ കഥ കഴിഞ്ഞു തന്നെ. ഒന്ന് പോയി നോക്കണം. നീ ഇവിടെ പോരടാ. സൈക്കിൾ കാണാൻ പോട്ടെ. നീ ഇവിടെ വാണം മോനെ. നീ പോരടാ. ഇന്നലെ എന്തായിരുന്നു ബഹളം?
ഒരുപോലെ കണ്ണ് ഞങ്ങൾ അടച്ചിട്ടില്ല. പാതിരാത്രിയായപ്പോഴാ പാപ്പാൻ വന്നത്. അടുത്തേക്ക് ചെന്നപ്പോ കാണേണ്ടതായിരുന്നു. പീറ്റൂഷ ഓർഡർ പോലെയല്ലേ അവനങ്ങടെ ഓടിയത്. എന്റെ മോന്റെ DSP സൈക്കിളായി തൂങ്ങി കിടക്കണത്. ഈ കണ്ടു കാണാപ്പെട്ട സാധനങ്ങൾ മുഴുവൻ പറമ്പിൽ കിടന്നതാ. ഇപ്പൊ മിറ്റേതാണ് പറമ്പേതാണെന്ന് എനിക്ക് ഒരു പിടിയില്ല. നിങ്ങൾ ഈ തോക്കും പിടിച്ചു നിന്നിട്ട് എന്താ കാര്യം? വെടി വെക്കണോ വേഗം വെക്കണോ? കളക്ടറുടെ ഓർഡർ ഇല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുട്ട് കലക്ടർ ഓർഡർ? കലക്ടർ ഓർഡർ അയാൾ അമ്മായിമാര് വകയാന വെക്കണോ വെടി? അമ്മച്ചി ഒന്നകത്തേക്ക് പോ. ഞാൻ പോണില്ല. എന്റെ നേന്ത്രവാഴ, എന്റെ പടോലിങ്ങ, എന്റെ കുമ്പളങ്ങ, എന്റെ എല്ലാം പോയി. എന്റെ മോന്റെ സൈക്കിള്, എന്റെ DSP സൈക്കിള് കണ്ടടാ കിടക്കണത്. ഇതിനൊക്കെ ആര് സമാധാനം പറയും? അമ്മച്ചി ഒന്ന് തിക്കും തിരക്കും കൂട്ടായിരിക്കൂ. അയ്യപ്പനാർക്ക് ആള് പോയിട്ടുണ്ട്, അയാളൊന്ന് വന്നോട്ടെ. അയ്യോ, അയ്യപ്പൻ നായർ പറഞ്ഞതിന് മുമ്പ് ഈ ആനന്റെ കഥ കഴിച്ചാലോ? അങ്ങനെ കഴിക്കാൻ നീ കഴിക്കട്ടെ. ഇത്രയും കാലം ജീവിച്ചില്ലേ? എന്റെ ഈശോയെ, നീ എന്തുണ്ടായി പറയുന്നത്? ഇത്രയും കാലം ജീവിച്ചില്ലേന്ന്. എടാ തമ്പി, നീ അവൻ പറയുന്നത് കേട്ടാ? ആ ചേട്ടൻ പറഞ്ഞാലും കാര്യമില്ലാതെ ഇല്ല. എന്റെ ഈശോ മറിയൗസേപ്പേ. നിനക്ക് എന്നോട് പിണക്കാണല്ലേ? നിന്നെ ഇവിടെ കൊണ്ടുവന്നതിൽ എനിക്ക് വിഷമില്ലാന്ന് നീ വിചാരിക്കണേ? മനഃപൂർവ്വമല്ല, എന്റെ നിവൃത്തിയേട് കൊണ്ടാ. നോക്ക്, നീ ഇത് വാങ്ങിയില്ലെങ്കിൽ ഈ അയ്യപ്പൻ നായരെ ഇനി കാണില്ല. ആ കണ്ടോ, ആനയ്ക്ക് ഒരു കുഴപ്പമില്ല. സ്ഥലം മാറിയതുകൊണ്ട് അതിന് കിടന്ന് പേടി. വാ മോളെ, വാ. രാഘവ, ആനയെ തളച്ചോളൂ.